പ്രേക്ഷകർക്ക് വീണ്ടും സ്വാഗതം. ശാസ്താംകോട്ടയിൽ നിന്ന് മൃതിൻ്റെ മൃതദേഹം വഹിച്ചുകൊണ്ടുള്ള വാഹനം തേവലക്കര ബോയ്സ് ഹൈസ്കൂളിലേക്ക് യാത്ര തുടങ്ങിക്കഴിഞ്ഞു. നൂറുകണക്കിന് ആളുകൾ ഈ യാത്രയ്ക്ക് മുമ്പ് അത് അവിടെ സന്നിഹിതരായിരുന്നു. ഇപ്പോൾ തേവലക്കര ബോയ്സ് ഹൈസ്കൂളിലെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്. അവിടെ അരുൺ രാജുണ്ട്. അല്പസമയത്തിനകം ഈ ആംബുലൻസ് ഈ തേവലക്കരയിലെ സ്കൂളിലെത്തും. കൂടെ പഠിച്ചവരും സതീർത്ഥ്യരും കൂട്ടുകാരികളും അതുപോലെ അധ്യാപകരും രക്ഷകർത്താ സമിതിയിലെ ആളുകളും പൊതുപ്രവർത്തകരും ഒക്കെ തന്നെ ഈ ബോയ്സ് ഹൈസ്കൂളിൽ ഈ അന്ത്യ ചുംബനം നൽകാനും അന്ത്യയാത്രകൾ നൽകാനും അന്ത്യാഞ്ജലി അർപ്പിക്കാനുമായി ആയിരക്കണക്കിന് ആളുകൾ അവിടെ സന്നിഹിതരാണ്. ശാസ്താംകോട്ടയിൽ നിന്ന് മൃതദേഹം വഹിച്ചുള്ള ആംബുലൻസ് യാത്ര തുടങ്ങിക്കഴിഞ്ഞു. അപ്പോൾ അരുൺ രാജ് സ്കൂളിൽ നിന്ന് വീണ്ടും ചേരുകയാണ്. അരുൺ രാജ്, ഒരുപക്ഷെ ഏറ്റവും തപ്ത നിമിഷങ്ങളിലേക്കാണ് ഇനി നമ്മൾ സഞ്ചരിക്കാൻ പോകുന്നത്. ഈ കുട്ടിയുടെ വിലാപയാത്ര കേരളത്തിൻ്റെ മുഴുവൻ കണ്ണുനീരായി മാറുന്നു എന്നുള്ളത് നമുക്കറിയാം. കൂടുതൽ വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? തീർച്ചയായും ഈ സ്കൂളിൽ നിന്നുകൊണ്ട് എന്ത് പറയണമെന്ന് പോലും അറിയില്ല. കാരണം ഓരോ മുഖങ്ങളിലും അത്രത്തോളം വേദന തളം കെട്ടി നിൽക്കുന്നുണ്ട്. ഈ സ്കൂളിലേക്ക് ഒരുപാട് മോഹങ്ങളുമായി എത്തിയവൻ ഇന്ന് ചേതനയേറ്റി സ്കൂളിലേക്ക് തിരിച്ചെത്തുമ്പോൾ എങ്ങനെ അവനെ സ്വീകരിക്കണം, എങ്ങനെ അവനോട് അന്ത്യോപചാരം ചൊല്ലണമെന്നറിയാൻ വയ്യാതെ ഒരു നാട്, ഒരു സ്കൂളിലെ മുഴുവൻ സമൂഹവും ഇങ്ങനെ വിറങ്ങലിച്ച് നിൽക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. മഴയുണ്ട്, പക്ഷേ ആ മഴയിൽ പോലും ഒരു നാടൊന്നാകെ ഇവിടേക്ക് എത്തുന്നു. വിദ്യാർത്ഥികൾ എത്തുന്നു, അവരുടെ രക്ഷിതാക്കൾ എത്തുന്നു, ഈ നാട്ടിലെ പ്രിയപ്പെട്ടവർ എത്തുന്നു. അവൻ ഒരുപാട് സ്നേഹിച്ചിരുന്ന അവന്റെ സഹപാഠികളടക്കം അത് വേദനയോടെ തന്നെ എത്തുകയും ചെയ്യുന്നു. ഇപ്പോൾ നമ്മളോടൊപ്പം ഈ സ്കൂളിന്റെ PTA പ്രസിഡന്റ് കൂടി ചേരുന്നുണ്ട്. ഇതിനെ സംബന്ധിച്ച് ഒരുപാട് മോഹങ്ങളുമായി എത്തിയതാണ്. ഫുട്ബോൾ എന്ന മോഹം, മിലിറ്ററിയിൽ ചേരണമെന്ന ആഗ്രഹം, ഈ സ്കൂൾ തിരഞ്ഞെടുക്കുന്ന ഓപ്ഷനിൽ പിന്നിലും അതുതന്നെയായിരുന്നു. എല്ലാ കാര്യത്തിലും വളരെ മിടുക്കനായ കുട്ടിയായിരുന്നു. പഠനത്തോടൊപ്പം തന്നെ പാഠ്യേതരമായ മേഖലകളിൽ വളരെ വലിയ കഴിവ് പ്രകടിപ്പിച്ചൊരു മോനായിരുന്നു. ദൗർഭാഗ്യം എന്ന് പറയട്ടെ, സംഭവിക്കാൻ പാടില്ലാത്ത ഒരു ദാരുണ സംഭവം നടന്നു. ആ മകന്റെ നിര്യാണത്തിൽ ഈ നാട് ഒന്നടങ്കം, ഈ സ്കൂള് ഒന്നടങ്കം, അധ്യാപകരും രക്ഷിതാക്കളും വിദ്യാർത്ഥികളും ഒക്കെ ദുഃഖിക്കുകയാണ്. ആ മകന്റെ നഷ്ടം നികത്താനാവാത്ത ഒരു നഷ്ടമാണ്. കാരണം ഭാവിയിൽ ഒരു മിടുക്കനായ വിദ്യാർത്ഥിയായി വളരേണ്ടവനായിരുന്നു. അതിന് കഴിയാതെ പോയത് വളരെ സങ്കടകരമായ ഒരവസ്ഥയാണ്. ആ അവസ്ഥയിലാണ് ഈ മഴ പെയ്യുമ്പോഴും ഈ നാടൊന്നടങ്കം ആ മകനെ കാണാൻ വേണ്ടി കാത്തു നിൽക്കുന്നത്. അതിനകത്ത് പറഞ്ഞതുപോലെയാണ്, ഈ മഴയിൽ പോലും തണുവൽക്കരിച്ചുകൊണ്ട് ജനം ഇങ്ങനെ ഒഴുകിയെത്തുകയാണ്. കാരണം അവരുടെ പ്രിയപ്പെട്ട മിഥുൻ എന്ന പ്രിയപ്പെട്ടവനെ കാണാൻ, അവനെ അന്ത്യോപചാരം അർപ്പിക്കാൻ, അവനെ യാത്രാമൊഴിയേകുവാൻ ഒരു നാടൊന്നാകെ ഒഴുകിയെത്തുന്ന കാഴ്ച. അവന്റെ കൂടെ ഫുട്ബോൾ കളിച്ചവരുണ്ട്, അവന്റെ കൂടെ ക്ലാസ്സിലിരുന്നവരുണ്ട്, അവന്റെ കൂടെ ഒരുപാട് സ്വപ്നങ്ങൾ നെയ്തു കുട്ടിയവരുണ്ട്. അവരൊക്കെ വിങ്ങിപ്പൊട്ടുന്ന ഹൃദയവുമായി അത് ഒരു കണ്ണീർ കടലായി മാറുന്ന കാഴ്ചയാണ് നമുക്കെല്ലാം ഇവിടെ കാണാൻ കഴിയുന്നത്. എന്തായാലും അധ്യാപകരെ സംബന്ധിച്ച് താങ്ങാൻ കഴിയുന്നതിനപ്പുറമാണ്. കാരണം അവരുടെ കൈവെള്ളയിൽ നിന്നാണ് ഈ ഷോക്കറ്റ് ഇവിടെ നിന്ന് ആ മിഥുനെ എടുത്തുകൊണ്ട് പോകുന്നത്. ഒരിക്കൽ പോലും, ഇന്നലെ എന്നോട് അധ്യാപിക സംസാരിച്ചപ്പോൾ പറഞ്ഞത്, ഒരിക്കൽ പോലും ജീവൻ നഷ്ടമാകുമെന്ന് കരുതിയില്ല. പിടയ്ക്കുന്ന ഹൃദയവും ആ ഹൃദയത്തിൽ ജീവന്റെ തുടിപ്പുണ്ട് എന്ന് മനസ്സിലാക്കിയപ്പോൾ തിരിച്ച് ഞങ്ങളുടെ കുട്ടിയെ ഞങ്ങൾക്ക് കിട്ടുമെന്നായിരുന്നു പ്രതീക്ഷ. പക്ഷേ ആ പ്രതീക്ഷകളെല്ലാം തന്നെ അസ്തമിക്കുന്നതിന് അധിക സമയം ഒന്നും വേണ്ടി വന്നില്ല. ഇവിടെ നിന്ന് ശാസ്താംകോട്ട താലൂക്ക് ആശുപത്രിയിലേക്കുള്ള ദൂരം മാത്രമായിരുന്നു അവന്റെ ജീവൻ നഷ്ടപ്പെടുന്നതിനിടയാക്കിയത്. നമുക്ക് ഈ ദൃശ്യങ്ങൾ കാണാം. അധ്യാപകരുടെ മുഖത്തെല്ലാം ആ വേദന അത്രത്തോളം തളം കെട്ടി നിൽക്കുകയാണ്, വിങ്ങിപ്പൊട്ടുകയാണ് ഓരോ അധ്യാപകരും. കാരണം നമ്മളോട് സംസാരിച്ചവർ പറഞ്ഞത്, ഒരു സാധാരണ കുടുംബത്തിൽ നിന്നെത്തി അവൻ ഈ സ്കൂളിലേക്ക് എത്താനുള്ള കാരണം അവന്റെ 2 സ്വപ്നങ്ങളായിരുന്നു. ഒന്ന് ഫുട്ബോൾ, അവൻ ഏറെ സ്നേഹിച്ചിരുന്ന ഫുട്ബോൾ ഈ സ്കൂളിൽ ഉണ്ട് എന്നുള്ളത്, ഈ സ്കൂളിൽ നിന്ന് ഒരുപാട് ഫുട്ബോൾ താരങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ട് എന്നുള്ളത്. മറ്റൊന്ന് ഈ NCC, അത് ഈ സ്കൂളിൽ പഠിച്ചാൽ NCC വഴി പട്ടാളത്തിലേക്ക് അടക്കം ഒരു സെലക്ഷൻ, അതിലേക്ക് പോകാൻ കഴിയുമെന്നുള്ളത്. ആ 2 പ്രതീക്ഷകളാണ് അവൻ ഇവിടേക്ക് കൊണ്ടുവരുന്നതിൽ ഏറ്റവും പ്രധാനമായും എല്ലാ ഘട്ടത്തിലും നിന്നത്. പക്ഷേ ആ പ്രതീക്ഷകളെല്ലാം തന്നെ അസ്തമിക്കുന്നതിന് അവന്റെ ഈ സ്കൂളിൽ തന്നെ വേദിയാകി എന്നുള്ളതാണ് ഏറെ ദയനീയമായ വസ്തുത. എന്തായാലും ഇവിടേക്ക് പൊതുദർശനത്തിനുള്ള ക്രമീകരണങ്ങൾ ഇപ്പോൾ സ്കൂൾ അധികൃതർ ഒരുക്കുന്ന കാഴ്ചയാണ് ഈ ദൃശ്യങ്ങളിൽ കാണുന്നത്. നമുക്ക് ഈ ദൃശ്യങ്ങളിലെല്ലാം തന്നെ കാണാം, എല്ലാവരും ആ വേദന അത്രത്തോളം അവരുടെ നെഞ്ചിലേറ്റി തന്നെ നിൽക്കുകയാണ്. കാരണം ഇനി ഇവിടേക്ക് എത്തിച്ചാൽ 1 മണിക്കൂർ സമയം മാത്രമാണ് അവന്റെ പ്രിയപ്പെട്ട സ്കൂളിൽ അവൻ അവസാനമായി 1 മണിക്കൂർ ഉണ്ടാവുക. ആ 1 മണിക്കൂറിൽ അവനെ എങ്ങനെയൊക്കെ യാത്രയാക്കാമോ, അവനോട് എന്തൊക്കെ അവൻ കണ്ട സ്വപ്നങ്ങളിൽ അവനൊപ്പം നടന്നവരുണ്ട്, ആ സ്വപ്നങ്ങൾക്കൊപ്പം യാത്ര ചെയ്തവരുണ്ട്, ആ യാത്ര ചെയ്തവർക്കൊപ്പം അവൻ അവസാനമായി അവനെ കണ്ടു മടങ്ങുകയാണ്. അധ്യാപകരെല്ലാം വേദനിക്കുന്ന ഹൃദയവുമായാണ് അവൻ അവസാനമായി
കൃത്യമായ അന്ത്യമൊഴി ഒഴുക്കുവാൻ വേണ്ടി ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. ഇപ്പോൾ വിവിധ രാഷ്ട്രീയ പാർട്ടിയിലുള്ളവരടക്കം ഇവിടേക്ക് എത്തിച്ചേരുന്നുണ്ട്. കാരണം ഇതൊരു നാട് നൊമ്പരത്തോടെ ഏറ്റുവാങ്ങിയതാണ്. കാരണം ഒരിക്കൽ പോലും പ്രതീക്ഷിക്കാത്തൊരു സംഭവം. വ്യാഴാഴ്ച രാവിലെയാണ് ഇവിടേക്ക് അവൻ 9 മണിക്ക് തന്റെ പ്രിയപ്പെട്ടവരോടൊപ്പം ട്യൂഷൻ കഴിഞ്ഞ് ഇവിടെ എത്തി ഗ്രൗണ്ടിലെത്തി കളിക്കുന്നു. ഇതിനിടയിലാണ് അവന്റെ ചെരുപ്പ് അബദ്ധത്തിൽ സഹപാഠിയുടെ ചെരുപ്പ് അബദ്ധത്തിൽ ഈ സൈക്കിൾ ഷെഡിന് മുകളിൽ വീഴുന്നത്. ഒന്നും നോക്കിയില്ല. അവൻ ആ സമയത്ത് അവൻ ആ ചെരുപ്പിന്റെ വില അറിയാവുന്നത് കൊണ്ടാകാം കീറി പറഞ്ഞൊരു ചെരുപ്പാണ് അവൻ ഇട്ടിരുന്നതെന്ന് അപ്പോഴും തേങ്ങുന്ന ഹൃദയവുമായി നമ്മളോട് സംസാരിച്ച സഹപാഠി പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവൻ ആ ചെരുപ്പെടുക്കാൻ എല്ലാം മറന്ന് അവിടേക്ക് കയറി ചെന്നു. പക്ഷേ അതവന്റെ അവസാന യാത്രയാകുമെന്ന്, അവന്റെ ജീവനെടുക്കാൻ പോകുന്ന ഒരു യാത്രയാകുമെന്ന് അവൻ ഒരിക്കൽ പോലും കരുതിയില്ല. അതിൽ അശ്രദ്ധകൾ ഒരുപാടുണ്ട്, അപാകതകൾ ഒരുപാടുണ്ട്. വിമർശനത്തിനുള്ള സമയമല്ല. പക്ഷേ അപ്പോൾ പോലും ആ അപാകതകൾ, ആ പോരായ്മകളെല്ലാം അവന്റെ ജീവനെടുക്കാൻ പോകുന്നതായിരുന്നു എന്നുള്ളതാണ്. നമുക്ക് ദൃശ്യങ്ങൾ കാണാം. പോലീസ് ഉദ്യോഗസ്ഥരടക്കം ഇവിടേക്ക് എത്തി ഇതുമായി ബന്ധപ്പെട്ട ക്രമീകരണങ്ങൾ ഇപ്പോൾ വിലയിരുത്തുകയാണ്. ശാസ്താംകോട്ട ഡിവൈഎസ്പി അടക്കമുള്ളവർ സ്ഥലത്തെത്തി ഈ പൊതുദർശനത്തിനുള്ള ക്രമീകരണങ്ങൾ വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത് തേവലക്കര ഗവൺമെൻറ് സ്കൂളിൽ നിന്ന് ദേവലക്കര ബോയ്സ് സ്കൂളിൽ നിന്ന് നമ്മൾ അല്പസമയത്തിനകം മിഥുവിൻ്റെ മൃതദേഹം വഹിച്ചുകൊണ്ടുള്ള ആംബുലൻസ് ഈ സ്കൂളിൽ എത്തിച്ചേരും. അവൻ പഠിച്ച 8ാം ക്ലാസ് വരെ പഠിച്ച ഈ പള്ളിക്കൂടം ഈ തപ്ത സ്മൃതികൾക്ക് സാക്ഷിയാകാൻ പോകുന്നു എന്നുള്ളതാണ് ഏറ്റവും സങ്കടകരമായ കാര്യം. എനിക്കൊപ്പം അനുജ രാജേഷ് കൂടി ചേരുകയാണ് അല്പസമയത്തിനകം. പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് അറിയുന്നത് പോലെ സ്കൂളിൽ കുറച്ചു നേരം പൊതുദർശനം ഉണ്ടാകും. അത് കഴിഞ്ഞാൽ സംസ്കാരം ഇന്ന് വൈകുന്നേരം 4 മണിയോടെ ആയിരിക്കും ഉണ്ടാവുക. മിഥുൻ്റെ അമ്മ കൊച്ചി നെടുമ്പാശ്ശേരി വിമാനമിറങ്ങിയ അമ്മ ഇപ്പോൾ കൊല്ലത്തേക്ക് തേവലക്കരയിലേക്ക് യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും കേരളം ആകെ ഒരു കണ്ണീർക്കരയാകുന്ന സാഹചര്യമാണ് ഇപ്പോൾ.